Second essay, interdisciplinary study in political science or the relationship between political science and other social science. അപ്പോൾ ഇങ്ങനെ എസ് ചോദിക്കുമ്പോഴും നേരെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് അതർ സോഷ്യൽ സയൻസ് എന്നതിലേക്ക് എത്താതെ ആദ്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് മീനിങ് ഡെഫിനിഷൻസ് ഒക്കെ ചേർത്തുകൊണ്ട് ഒരു പേജോളം നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് അതർ സോഷ്യൽ സയൻസ് എന്ന ടോപ്പിക്ക് എഴുതി തുടങ്ങേണ്ടത്. So political science is a study of systematic way of studying the process of politics. Politics എന്ന പ്രോസസ്സിനെ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, അത് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ആകാം, സ്റ്റഡി ഓഫ് പവർ ആകാം, സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ആകാം, സ്റ്റഡി ഓഫ് കറണ്ട് പൊളിറ്റിക്കൽ അഫയേഴ്സ് ആകാം, അങ്ങനെ തുടങ്ങി പൊളിറ്റിക്സ് എന്ന പ്രോസസ്സിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സിസ്റ്റമാറ്റിക്കായി സ്റ്റഡി ചെയ്യുമ്പോൾ അതിനെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി അത് പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല. പൊളിറ്റിക്കൽ സയൻസ് മോഡേൺ സയൻസിലേക്ക് വന്നപ്പോൾ തന്നെ മോഡേൺ സയൻസ് ആയപ്പോഴേക്കും പൊളിറ്റിക്കൽ സയൻസ് പവർ എന്ന കോൺസെപ്റ്റ് സ്വീകരിച്ചു, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ തന്നെ ചേഞ്ച് ചെയ്തു. പൊളിറ്റിക്കൽ സയൻസ് മറ്റു സബ്ജക്റ്റുകളിൽ നിന്ന് ടൂൾസ് ആൻഡ് ടെക്നിക്സ് കടമെടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഒരു സയൻറ്റിഫിക് സബ്ജക്റ്റായിട്ട് മാറി, ഒരു ഇൻ്റർഡിസിപ്ലിനറി സബ്ജക്റ്റായിട്ട് മാറി. അതുപോലെ തന്നെ ഇന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നാളെ അത് ചരിത്രമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇന്ന് രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ അത് എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സൊസൈറ്റിയെ പറ്റിയുള്ള പഠനം സോഷ്യോളജിയിലാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് കണ്ടെത്തി ജനങ്ങൾക്ക് നന്മ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പൊളിറ്റിക്സിൽ നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. പൊളിറ്റിക്സിൽ നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങളുടെ നടപ്പിലാക്കലുകളാണ്. അതുകൊണ്ട് ലോ ഓഫ് സ്റ്റഡി ഓഫ് ലോ ജൂറിസ്പ്രുഡൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ തുടങ്ങി പൊളിറ്റിക്കൽ സയൻസ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്. മറ്റ് പല സബ്ജക്റ്റ് ഓഫ് സോഷ്യൽ സയൻസുമായിട്ടും പൊളിറ്റിക്കൽ സയൻസിന് റിലേഷനുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയുമായിട്ടാണ് പൊളിറ്റിക്കൽ സയൻസ് റിലേഷൻ ഉള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിലേഷൻ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്റ്റഡിയിങ് ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്സ്. So politics means that it's an actual process of competition, conflict and cooperation that occurs in the society. Aristotle said political science is a human science and a social science, and also political science is the master of all science. On the words of Bluntschli, man is a social being and his various social activities may be studied separately. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വേരിയസ് സോഷ്യൽ ആക്ടിവിറ്റീസ് മേ ബി സ്റ്റഡീഡ് സെപ്പറേറ്റ്ലി. അവൻ്റെ ഓരോ സാമൂഹ്യ പ്രവർത്തനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഹിസ് പൊളിറ്റിക്കൽ ലൈഫ് ഈസ് only one part of his total social life, but as every human being lives within a state, a science of state is necessarily connected with the other social science. So political science is related to other social science like history, sociology, economics, ethics, jurisprudence, etc. First one, political science and history. The relationship between political science and history is very close and intimate, because the knowledge of history is must for studying the process of political science, because history is the record of past events. According to Seeley, history without political science has no fruit, and political science without history has no root. On the words of Freeman, history is the past politics and politics is the present history. History provides the raw materials of political science and it is the teacher of political science. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനം പൂർത്തിയാകണമെങ്കിൽ അത് ഹിസ്റ്ററിയുമായിട്ടുള്ള ഒരു ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. So the relationship between political science and history is very close and intimate. The second one is that political science and sociology. Sociology means that the science of study of or science of society. The political science is closely related to sociology. Political science deals with the political aspects of social life of men, but sociology studies about society. Sociology
helps in understanding origin and evolution of state. The study of society, as the study of sociology means that the study of society or science of society. Society is the basic unit of state. So sociology helps in understanding the origin and the evolution of state. It provides valuable materials to political science and it is helpful in regulating the problem of social control. According to Gilchrist, in political science, we must assume the fact and laws of human association, which facts and laws it is the study of sociology to determine. So, the study of political science and sociology, the relationship between political science and sociology is very close and intimate. Then third one is that political science and economics. Economics means that, or economics is a social science, much activities relating to wealth. It studies about satisfying different wants of men. Economics is helpful in political science. And also economics touches on politics on more than one point. Because the production and distribution of wealth are largely influenced by government. Similarly, economic classes or class of society influenced by the policies of the state and economic conditions exercise the large influence on political ideas and institutions. ഒരു രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് കപ്പാസിറ്റി എത്രത്തോളമാണോ അതിനനുസരിച്ച് മാത്രമേ ആ രാഷ്ട്രത്തിന് പൊളിറ്റിക്കൽ ഐഡിയാസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസും ഫോം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സാധിക്കുള്ളൂ. എക്കണോമിക് ക്ലാസസ് ഓഫ് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ദ പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് exercise a large influence on political ideas and institutions. So, the political order is interlinked with the economic order. Political structure is largely shaped by economic organizations. State needs the assistance of an economist. Economic conditions influence the policies of government and also political ideologies are economically oriented. Karl Marx has very frankly asserted that economic relationship offer principal key to political relationship. Then fourth one is that political science and ethics. Ethics means that, or ethics is a science of morality. It deals with the concept of right, what is right and what is wrong. Ethics concerned with the personal life and politics concerned with the common good of the society. According to Plato, political science is the branch of ethics. The goal of both are, the goal of political science and the ethics are promotion of general happiness of the people. According to Bentham, Jeremy Bentham, the greatest good of greatest number has the aim of politics. Ethics deals with what is right and what is wrong. So, and also fundamental questions of political science can answered only on the basis of ethical considerations. Fifth one is that relationship between political science and psychology. Then psychology is a science of psych. It deals with the behavior of man. It is a positive science of behavior. According to what? Psychology is the science of individual experiences. The relationship between psychology and political science is very close because the human actions in society are only reflections of these psychological urges. Then, sixth one is that relationship between political science and jurisprudence. Jurisprudence means that the study of law, science of law. There is a close intimacy between political science and jurisprudence. Political science is a science of state and government, but jurisprudence is a science of law. Political science deals with the political order, jurisprudence deals with the legal order. So, the political order and legal order are complementary to each other. And also political science is the philosophy of state while jurisprudence is the philosophy of law. It includes public law and private law, and also international law, constitutional law, etc. Political science is intimately related to these laws
because it is a state that formulates laws, and it is the government that administers them. So political science is related to these social sciences like history, economics, sociology, ethics, psychology, jurisprudence, etc. Okay, thank you.